ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നിഫ്റ്റിയിൽ പുട്ട് ഓപ്ഷനിൽ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 23,550 പുട്ട് ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് വെച്ചത്. സോ കുറച്ചും കൂടെ ഒന്ന് മാർക്കറ്റ് മേലേക്ക് വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഒരു എൻട്രി ഏരിയ ഉണ്ട് പ്രോപ്പറായിട്ടുള്ള. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ 23,550 പുട്ട് ഓപ്ഷൻ. ഓക്കെ, സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബൈ കൊടുക്കാം. 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, അതേപോലെ സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് മേലേക്ക് വന്നാൽ ഈ ഒരു റെഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ഏരിയ. അതിൻ്റെ മേലേക്ക് വരുമ്പോൾ നമുക്ക് റീട്രേഡ് എടുക്കാം. നമുക്ക് പൊസിഷൻ്റെ ടൂൾ വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്യാം. 23,512.6 നമ്മൾ എൻട്രി വരുന്നത്. അവിടെ ടാപ്പ് ചെയ്തില്ല, അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഡയറക്റ്റ് ഇപ്പോൾ തന്നെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നേരെ എടുക്കാം. അതല്ല, കുറച്ച് നേരം അവിടെ തിരിഞ്ഞടിച്ചിട്ട് ടാപ്പ് ചെയ്യാണ്ട് നിൽക്കുകയാണെങ്കിൽ എൻട്രി നമുക്കൊന്നും കൂടെ മാറ്റി ചിന്തിക്കേണ്ടി വരും. എന്തായാലും അവിടെ ടാപ്പ് ചെയ്തില്ല, അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മേലെയാണ് എൻട്രി ഏരിയ ഉള്ളത്. ഇവിടുന്ന് SL അടിക്കുകയാണെങ്കിൽ മേലെ നമുക്ക് അവിടെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു എൻട്രി എടുക്കാം. ബൈ കൊടുക്കാം. ഓക്കെ, നമുക്ക് ടാർഗറ്റ് അത്യാവശ്യം ഉണ്ട്. ഡേലോ ഒക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയയാണ്. 200.25 നമുക്ക് എൻട്രി കിട്ടിയത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 200.25, 200.31525. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. SL 6 പോയിൻറ്റ്, ടാർഗറ്റ് നമുക്ക് നിഫ്റ്റിയിൽ ഡേലോ വെക്കാം. SL 6, SLൻ്റെ തൊട്ടടുത്തേക്ക് വരുന്നുണ്ട്. SL അടിച്ചില്ല, അതിൻ്റെ തൊട്ടടുത്ത് എത്തിയില്ല SLൻ്റെ. എന്തായാലും നമുക്ക് നോക്കാം. SL ഓക്കെ, SL അടിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു. 10:34 എൻട്രി, 34 എക്സിറ്റും. എല്ലാം 34 എൻട്രി, 35 എക്സിറ്റ്. ആകെ ഒരു മിനിറ്റ് തികച്ചില്ല, കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും മാർക്കറ്റ് വീണ്ടും മേലേക്ക് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ അടുത്ത എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള 5 മിനിറ്റ് IDX ഉണ്ട് കുറച്ചുകൂടെ മേലെ. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു എൻട്രി താഴേക്ക് പുട്ട് ഓപ്ഷനിൽ തന്നെ നോക്കാം. ഈ സെയിം പുട്ട് ഓപ്ഷനിൽ തന്നെ നമുക്ക് നോക്കാം. 23,550 പുട്ട് ഓപ്ഷനിൽ തന്നെ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി നോക്കാം. നമുക്ക് ഫ്ലാറ്റ് റേറ്റിൽ പോയിട്ട് എൻട്രിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അവിടെ ടാപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി വെക്കാം. ബൈ കൊടുക്കാം. 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ. ഓക്കെ, എല്ലാവരും കൊണ്ട് റെഡിയാക്കി. അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടോ? ഹൈ 32.95 ആണ്. 33. ഓക്കെ, അത് ടാപ്പ് ചെയ്തിട്ടുണ്ട് ആ ലെവല്. പ്രീമിയം ചെറിയ സ്പൈക്കേ വന്നിട്ടുള്ളൂ. 6 പോയിൻറ്റ് SL വെച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ലോ ടാപ്പ് ചെയ്യില്ല. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. ഏതായാലും പ്രീമിയം കുഴപ്പമില്ല. പ്രീമിയത്തിൽ കുറച്ചൊരു സ്പൈക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ എടുക്കൂല ഇനി. പക്ഷേ പ്രീമിയം നോക്കിയപ്പോൾ അങ്ങനെ സ്പൈക്ക് വന്നില്ല. ഒരു ലെവലിന് 6 പോയിൻറ്റ് SL വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ലെവലിലായതുകൊണ്ടാണ് ട്രേഡ് എടുത്തത്. 193.11 നമുക്ക് എൻട്രി കിട്ടിയത്. ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്തേക്കാം. നമ്മൾ SLൻ്റെ അടുത്ത് SLൻ്റെ ഒരു ഏരിയയിൽ തന്നെ തിരിഞ്ഞ് കളിക്കുകയാണ്. SL അടിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അത് നല്ലൊരു ട്രേഡാണ്. നല്ല ഫാസ്റ്റായിട്ട് പെട്ടെന്ന് വന്ന് ലിക്വിഡിറ്റി കളക്ട് ചെയ്തൊരു ട്രേഡാണ്. അപ്പം വരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ളൊരു ചാൻസും പ്രോബിലിറ്റിയും ഒക്കെ ഉണ്ട്. അതല്ല മേലേക്ക് തന്നെ കയറുകയാണെങ്കിൽ നമ്മൾ SL അടിക്കും. ഏകദേശം SL തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതും SL അടിച്ച് പോകുന്നത് തോന്നണേ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി അങ്ങോട്ടുള്ളത് ഞാൻ SLൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. SL അടിച്ചില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. 187, 89, 90. ഇതിപ്പോൾ SL അടിക്കുകയാണെങ്കിൽ 2 ട്രേഡ് പെട്ടെന്ന് SL അടിച്ചറിയാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ. സാധാരണ മറ്റേ പ്രോഫിറ്റിൻ്റെ തമ്പനിയിലൊക്കെ ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര പ്രോഫിറ്റ് കിട്ടി, ഇത്ര മിനിറ്റ് കൊണ്ട് അത്ര പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടല്ല അത് തിരിച്ച് മേലേക്ക് തന്നെ കയറുന്നുണ്ട്. അല്ല, താഴേക്ക്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വന്ന് SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ മാറ്റിയിട്ട് നമുക്ക് വെറും 2 മിനിറ്റിൽ 2 SL, അല്ലെ 3 മിനിറ്റിൽ 2 SL ഒറ്റയടിക്ക് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം. അത്രയും ഫാസ്റ്റ് ആയിരിക്കും. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. SL ടാർഗറ്റ് ഏതാ അടിക്കുന്നത് എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ട്. ഇനി പുറത്ത് പോയിട്ടാണ് എക്സിറ്റ് ചെയ്തത്. സോ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് നമ്മൾ എക്സിറ്റ് ആയത് നമുക്ക് ടോട്ടൽ 19,613 റുപ്പീസാണ് പ്രോഫിറ്റ് കിട്ടിയത്. ആ ട്രേഡ് നമ്മൾ എടുത്തത് 10:36 എടുത്തിട്ട് 10:49 എക്സിറ്റ് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ കാണാം. ഇപ്പോൾ മാർക്കറ്റൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. സമയം 4:15 ഇപ്പോഴാണ് തിരിച്ചെത്തിയത്. ട്രേഡ് ചെയ്യാൻ എക്സിറ്റ് ചെയ്ത് പുറത്തുനിന്നാണ്. ഡേലോ ആണ് അതിന് ടാർഗറ്റ് വരുന്നത്. സോ ഡേലോ ടാപ്പ് ചെയ്ത സമയത്താണ് എക്സിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. സോ എൻട്രി വന്നത് 10:36 എക്സിറ്റ് 10:49. 36-49.
10.36 എന്ന് പറയുമ്പം ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത്. 10.36 ക്യാൻഡിൽ ഇതാ, ഈ ഒരു ടിപ്പസ്റ്റ് ക്യാൻഡിലാണ് 10.36 ക്യാൻഡിൽ. അവിടെ നിന്നായിരുന്നു നമ്മളെ എൻട്രി വന്നിരുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ അതാണ് ഏറ്റവും ലോവസ്റ്റ് വരെ ഇവിടെ പോയത്. നമ്മൾ എക്സിറ്റ് വന്നത് 10.49 10.49 ക്യാൻഡിൽ ഇതാ, ഈ ഒരു ക്യാൻഡിലാണ് 10.4 ടിപ്പ്. ഇതാണ് അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്യാൻഡിലാണിത്. അവിടെ നിന്നാണ് എക്സിറ്റ് വന്നത്. അതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 193.11 എൻട്രി, 249.65 70 75 ഉണ്ട്. 249.70 249.75 സോ ഓക്കെ. സോ 56 പോയിൻറ്റ്സ് ആണ് ആ ഒരു ട്രേഡിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എൻട്രി അത്രയും ടിപ്പെന്നായിരുന്നു, അത്രയും ടിപ്പിലുള്ളൊരു ക്യാൻഡിൽ എൻട്രി എടുത്തു, ഇവിടെ എക്സിറ്റ് ചെയ്തു. നിഫ്റ്റീൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് വന്നത് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്ത് അതിന് ശേഷം അതിൻ്റെ ഹൈ എടുത്ത് ഈ ഒരു ക്യാൻഡിലാണ്, ആ ഒരു ടിപ്പിലാണ് എൻട്രി വന്നത്. 10.36 ഈ ക്യാൻഡിലാണ് എൻട്രി വന്നത്. അതിൻ്റെ എക്സിറ്റ് ഡേലോ ടാപ്പ് ചെയ്തപ്പോഴായിരുന്നു. ഡേലോ ടാപ്പ് ചെയ്ത ക്യാൻഡിൽ ഇതാണ്. ഡേലോ ടാപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം പിന്നെ മേലേക്ക് പോയിട്ടേ ഇല്ല. ഇന്നത്തെ ചാർട്ട് നോക്കുക, ഓവറോൾ പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹ്യൂജ് മൂവ്മെൻ്റ് ആണ്. പെട്ടെന്ന് വന്നൊരു എന്താ പറയുക, അതാണ് ലിക്വിഡിറ്റി ഏരിയ എന്ന് എടുക്കുമ്പോഴുള്ളൊരു ബെനിഫിറ്റ്. അങ്ങനെ ഒരു മൊമെൻറ്റമുള്ള ഏരിയ കറക്റ്റ് ഈ ഒരു ടിപ്പും രണ്ടും നമുക്ക് പ്രോപ്പറായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി. എൻട്രിയും നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റി, എക്സിറ്റും നല്ല അടിപൊളിയായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അവിടെ എക്സിറ്റ് ചെയ്യാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് അതേപോലെ നല്ല ഫാൾ ഒന്നുണ്ട്, പിന്നെ ഒന്നും പ്രോഫിറ്റേ ഉണ്ടാവില്ല. സോ നല്ല രീതിക്ക് അത് പുറത്തുനിന്ന് ഫോണിൽ നോക്കിയിട്ടാണ് എക്സിറ്റ് ചെയ്ത്. ഫോണിൽ ചാർട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ലോ ടാപ്പ് ചെയ്ത സമയത്ത് ഫ്ലാറ്റ് ആയിട്ട് പോയി എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. സോ ഈ എൻട്രി ഞാൻ കറക്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച എൻട്രിയാണ്. കോഴ്സിൽ സ്റ്റുഡൻസൊക്കെ ഒന്ന് ഈ ഒരു ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുന്നേ എടുത്ത ഫസ്റ്റ് ട്രേഡ് ഇന്നത്തത് 10.34 എടുത്തത്. അതെന്ത് ബേസിലായിരുന്നു എന്നുള്ളത് 10.34 അവിടെ 33.34. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എടുത്ത് അത് ഈ ഒരു ചെറിയൊരു 1 മിനിറ്റുള്ളൊരു ചെറിയ ലെവൽ നോക്കിയെടുത്താണ്. അത് ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു സ്ട്രാറ്റജി അല്ല, അതിൻ്റെ ഓരോരോ പുതിയ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെപ്പോഴും സ്ട്രാറ്റജിയിൽ ചെറിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കണമല്ലോ മാർക്കറ്റ് സൈക്കിൾ മാറുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ഓരോന്നും ട്രൈ ചെയ്യുന്നതാണ്. സോ ആ ഫസ്റ്റ് ട്രേഡ് ക്ലാസ്സിൽ ഞാൻ കൊടുത്തില്ല. അത്രയും കൺഫർമേഷൻസ് കിട്ടുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അത്രയും ഉറപ്പുള്ള മാത്രമേ ക്ലാസ്സിൽ പഠിപ്പിക്കുള്ളൂ. സോ സെക്കൻഡ് എൻട്രി ഈ ഒരു ക്യാൻഡിലുള്ള എൻട്രി ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. സ്ട്രാറ്റജീൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് പ്രോഫിറ്റ് ചിലവർ ഇവിടെ ഇറങ്ങിയുണ്ട്. ഫസ്റ്റ് ലിക്വിഡിറ്റി ചെയ്യാനുള്ള രീതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയുണ്ട്, അതേപോലെ ഇവിടെ നിന്ന് ഇറങ്ങിയുണ്ട്. പിന്നെ ചിലർ ഡയറക്റ്റ് 30 പോയിൻറ്റ്സ് ഫിക്സഡ് ആയിട്ട് വെച്ചിട്ട് മറ്റേ ബ്രാക്കറ്റ് ഓർഡറിൽ ഇറങ്ങിയതുകൊണ്ട് 30 പോയിൻറ്റ്സ് വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ടാവും ഇവിടെ എത്തുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ എക്സിറ്റ് ആയതുകൊണ്ട് അതിൽ ഈ 30 പോയിൻറ്റ്സിലൊക്കെ എക്സിറ്റ് ആയവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ 30 പോയിൻറ്റ്സിൽ ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ 30 പോയിൻറ്റ്സ് ഏകദേശം ഇവിടെ ആയിരിക്കും. അപ്പോൾ 30 പോയിൻറ്റ്സിൽ ഇവിടെ ഇറങ്ങിയവർക്ക് എന്ന് തോന്നും ലിക്വിഡിറ്റി ഏരിയ ടാർഗറ്റ് വെച്ച് ഡേലോ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ക്യാച്ച് ചെയ്യാമായിരുന്നു എന്ന്. അതേപോലെ ഫസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ വെച്ചവർക്ക് തോന്നും ഡേലോ വെച്ചാൽ മതി, ഇനി അവിടെ നിന്ന് ഇറങ്ങിയാൽ കുറച്ചും കൂടെ പ്രോഫിറ്റ് കിട്ടേനി. പക്ഷേ അതിൻ്റെ ബേസിൽ ഇന്നിപ്പോൾ അങ്ങനെ തോന്നിയെന്നുള്ളതിൻ്റെ പേരിൽ നാളെ നിങ്ങൾ സ്ട്രാറ്റജി മാറ്റാൻ നിൽക്കരുത്. നിങ്ങളിപ്പോൾ എന്താണോ ഫോളോ ചെയ്യുന്നത്, ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇനി വലിയ ടാർഗറ്റ് വെക്കുന്നവരാണെങ്കിൽ അത് അതേപോലെ ഫോളോ ചെയ്യുക. ഡയറക്റ്റ് 30 പോയിൻറ്റ്സ് വെക്കുന്നവരാണെങ്കിൽ അതും അതേപോലെ ഫോളോ ചെയ്യുക. എന്നിട്ട് എപ്പോഴാണ് ഇത് മാറ്റേണ്ടത് വെച്ചാൽ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്ന സെറ്റപ്പ് തന്നെ ഫോളോ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ 2 മാസത്തെ ടോട്ടൽ കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ ഓവറോൾ പെർഫോമൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ 30 പോയിൻറ്റ്സ് വെക്കുന്നതിലും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ 2 മാസത്തെ ടോട്ടൽ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് മാറാം, വലിയ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാറാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ലിക്വിഡിറ്റി ഏരിയ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 2 മാസത്തെ ടോട്ടൽ നോക്കിയതിന് ശേഷം അതിൽ പ്രോഫിറ്റ് കുറവാണ് കിട്ടുന്നത്. പല ട്രേഡും 30 പോയിൻറ്റ്സ് അടിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്, 30 പോയിൻറ്റ്സ് അടിച്ചിട്ട് SL അടിച്ച് ഒരുപാട് ട്രേഡ്സ് ഉണ്ട്. ആ രീതിയിലൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ ടോട്ടൽ റിസൾട്ട് നോക്കിയതിന് ശേഷം ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഇറങ്ങുന്നതിന് പകരം ബ്രാക്കറ്റ് ഓർഡറിലേക്ക് മാറാം.
അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാൻ. അതല്ലാതെ ഒരു ട്രേഡ് ഇങ്ങനെ പോയിൻ്റെ പേരിൽ ഇപ്പോൾ 30 പോയിൻറ്റ്സ് വെക്കുന്നവർ മാറിയിട്ട് വലിയ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് പോകരുത്. 30 പോയിൻറ്റ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ ഫസ്റ്റ് ലിക്വിഡിറ്റി ഏരിയയിൽ ഇറങ്ങുന്നവരും അതെന്നെ ഫോളോ ചെയ്യുക, അല്ലാതെ പെട്ടെന്ന് വലിയ ടാർഗറ്റിലേക്ക് പോകാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.